ഹലോ, എല്ലാ ആളുകൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ എന്നോട് പല ആളുകളും പറയാറുണ്ട് ഞാൻ ഒട്ടും അപ്ഡേറ്റഡ് അല്ല. ഹെയർ സ്റ്റൈല്, ഡ്രസ്സിങ് എല്ലാത്തിലും വലിയ പഴമ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പല ആളുകളും എന്നെ കുറ്റപ്പെടുത്താറുണ്ട്. അല്ലെങ്കിൽ എന്നെ തിരുത്താൻ വേണ്ടിയിട്ട് അപ്രകാരം പറയലുണ്ട്. അപ്പോൾ ഇന്ന് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ ഫോൺ പേയും ഗൂഗിൾ പേ ഒക്കെ വന്നുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന അതിവേഗം മുന്നേറ്റുന്ന ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം മുന്നേ 2015 ഈ ഫോൺ പേനെ ഗൂഗിൾ പേനെ ഒന്നും പറ്റി ചിന്തിക്കാൻ പോലും മനുഷ്യൻ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് അതിവേഗം മനുഷ്യൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളുപരി സംസ്കാരങ്ങൾ ഓരോ രാജ്യത്ത് കിടകലർന്നത് മൂലം യൂറോപ്യൻസിൽ കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള മുന്നേറ്റങ്ങൾ നടക്കുന്നത് കൊണ്ടും അവർ കൂടുതൽ മെച്ചുവർഡ് ആയിട്ടുള്ള കൾച്ചറാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നത് കൊണ്ടും യൂറോപ്യൻസിൻ്റെ ജീവിത രീതി ഉൾക്കൊള്ളുന്ന ശൈലിയാണ് ഇന്ന് ലോകത്ത് കണ്ടുവരുന്നത്. കേരളീയ സ്ത്രീകളെല്ലാം ആദ്യകാലങ്ങളിൽ സാരി ധരിച്ച് മാന്യമായ രീതിയിൽ ജീവിച്ചിരുന്ന സ്ഥാനത്തുനിന്ന് ജീനിൻ്റെ പാൻറ്റും അതുപോലെ ടീഷർട്ടൊക്കെ ഇട്ട് സ്ത്രീകൾ വരെ വളരെ ഹാപ്പി ആയിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു 10 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ ആളുകളുടെ കയ്യിലുള്ള ലാപ്പോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ എന്തെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തരംഗം മനുഷ്യനുണ്ടായേക്കാം. കാരണം ഇന്ന് ലോകത്ത് അതിവേഗം ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ മുന്നേറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം മുന്നേയൊക്കെ ഇൻസ്റ്റഗ്രാമിനെ പറ്റിയൊന്നും മനുഷ്യന് ചിന്തിക്കാൻ പോലും വളർന്നിട്ടില്ല. ഇന്ന് ഇൻസ്റ്റഗ്രാമിനെ പറ്റിയൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങി. എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ടീച്ചേഴ്സൊക്കെ നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ട് അടിക്കും എന്നുള്ളതൊക്കെ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അടിക്കുകയും പിച്ചുകയൊക്കെ ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായി തീരുവോ, പഠിച്ച് നല്ല നിലയിലെത്തണം എന്നുള്ള കാഴ്ചപ്പാടിലൂടെയായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് പൈത്തൺ, ജാവ ഒക്കെ പോലത്തെ കോഡിംഗ് ലാംഗ്വേജ് അറിയുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. അതുപോലെ സംരംഭകത്വ കഴിവുകളുള്ള ആളുകൾ നല്ല പൈസ ഉണ്ടാക്കുന്നത്, ഏറ്റവും നല്ല ഇംഗ്ലീഷും അതുപോലെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നിലയിലെത്തുന്ന ആളുകൾ വളരെ നല്ല നിലയിലുള്ള ജോലികൾ കരസ്ഥമാക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി സംരംഭത്വ പ്രവണതയുള്ള ആളുകൾ വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ആളുകൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടും അതുപോലെ മറ്റു പല ഏർപ്പാടുകളിലൂടെ ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ ജോലി ചെയ്തുകൊണ്ടൊക്കെ ആളുകൾ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊന്നൊരു 10 വർഷം മുന്നേ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും വളരുക തന്നെ ചെയ്യും. ശാസ്ത്രമാണ് സാങ്കേതികം. പക്ഷേ നമ്മൾ ഇന്ന് വളരെയധികം ചോരത്തിളപ്പം ഉള്ള ഈ ഒരു സമയത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ എന്നും ഓർത്തു വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ കാഴ്ചവെക്കുമ്പോൾ മാത്രമാണ് നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ ഈ സമൂഹത്തിൽ അറിയപ്പെടുകയുള്ളൂ എന്ന് ഭൂരിഭാഗം ആളുകൾക്കറിയില്ല. പലപ്പോഴും ഹോളിവുഡ് പാശ്ചാത്യ യൂറോപ്യൻ സംസ്കാരങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് ഇറങ്ങുന്ന ഹോളിവുഡ് സിനിമകളെ പിൻപറ്റിക്കൊണ്ട് അതിനനുസരിച്ച് ഹെയർ സ്റ്റൈല് ക്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ച് മാന്യമായ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ആളുകൾ നയിക്കുന്നത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് ഇത്തരത്തിൽ ആളുകൾ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നു. എന്തുകൊണ്ട് ആഫ്രിക്കൻസിനെ ആളുകൾ ഫോളോ അപ്പ് ചെയ്യുന്നില്ല? ആഫ്രിക്കൻ ട്രഡീഷണൽ കൾച്ചറിനെ എന്തുകൊണ്ട് ആളുകൾ ഫോളോ അപ്പ് ചെയ്യുന്നില്ല? കാരണം അവർ അൺകൾച്ചേർഡ് ആണെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. യൂറോപ്യൻസ് മെച്ചുവർഡ് ആയിട്ടുള്ള കൾച്ചറാണ്, ഇംഗ്ലീഷ് ഏറ്റവും നല്ല ലാംഗ്വേജാണ്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും ശാസ്ത്ര സാങ്കേതിക രംഗത്തും അത് സാമ്പത്തിക പ്രവർത്തനത്തിലും പുരോഗതി പ്രാപിക്കുന്ന യൂറോപ്യൻസിനെ ഫോളോ ചെയ്തിട്ട് യൂറോപ്യൻസ് പറയുന്ന തിയറി മുന്നോട്ട് വെച്ചുകൊണ്ട് മണി ഈസ് എവരിത്തിങ് പറഞ്ഞിട്ട് നേരെ വെളുത്ത് വൈകുന്നേരം ആവോളം പണത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പൊതുവെ കുറവാണ്. ആളുകൾക്കിടയിൽ എത്തിക്സും വാല്യൂസൊക്കെ പൊതുവെ കുറഞ്ഞു വരികയാണ്. ഇന്നെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ബന്ധപ്പെടുന്ന ആളുകൾ തമ്മിൽ സ്നേഹബന്ധങ്ങൾ കുറയുന്ന, എല്ലാവരും പണം ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങുന്ന ഒരു പ്രവണത ആ സമൂഹത്തിൽ വല്ലാതെ ഉയർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പോസിറ്റീവായി ചെയ്യുന്ന നന്മകൾ സമൂഹത്തിൽ കുറവാണ്. അതായത് ഞാൻ പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുന്നേ 14 നൂറ്റാണ്ടുകൾക്ക് മുന്നേ മക്കയിൽ ജീവിച്ച മുഹമ്മദ് നബിയെയും അതുപോലെ മദർ തെരേസ, ഗാന്ധിജി, എബ്രഹാം ലിങ്കൺ തുടങ്ങിയ ആളുകളെയാണ് സമൂഹം എന്നെന്ന് സ്മരിക്കുന്നത്. അതായത് നിങ്ങൾ അൺകൾച്ചർഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ വളരെ ദരിദ്രനായി ജീവിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് മെച്ചുവർഡ് കൾച്ചർഡായിട്ട് ജീവിക്കുന്ന ഒരാൾ പോലും സമൂഹത്തിന് നാളെ അറിയപ്പെടണം എന്നില്ല. ഇപ്പോൾ എൻ്റെ പരിചയത്തിലൊരു ഡോക്ടർ, വളരെ നല്ല പ്രശസ്തനായ ഒരു ഡോക്ടർ, ആ ഡോക്ടർ ഒരു ഹോസ്പിറ്റൽ സ്വന്തമായിട്ട് തുടങ്ങി. പക്ഷെ ആ ഹോസ്പിറ്റലിൻ്റെ പേരിൽ അയാൾ ഒരിക്കലും അറിയപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്രയും വലിയ കൊള്ള ഹോസ്പിറ്റലിൽ ആളുകൾ വെച്ച് നടത്തുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അനുമാനം.
അപ്പോൾ അതിലൂടെ എന്താ വെച്ചാൽ അയാൾ സമൂഹത്തിൽ നാളെ അറിയപ്പെടണമെന്നില്ല. അയാളൊരു പക്ഷേ സുഖലോലുപനായി ഇന്ന് ജീവിച്ചേക്കാം, പക്ഷേ നാളെ അയാളുടെ പേരിൽ യാതൊരു നന്മയോ ആളുകൾ ഓർത്തു വെക്കാൻ ഇടയാവുന്നില്ല. കാലം എത്ര പുരോഗമിച്ചാലും ഇപ്പോൾ എബ്രഹാം ലിങ്കനൊക്കെ പറയുന്നത് 1800 കാലഘട്ടത്തിൽ ജീവിച്ച ഒരു അമേരിക്കയുടെ ഒരു പ്രസിഡന്റ്, കറുത്ത വർഗ്ഗക്കാരനായ ഒരു പ്രസിഡന്റ് ഇന്നും അയാളെ ലോകം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മളെയൊക്കെ അടുത്ത 50 വർഷം 100 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു പോകുന്ന നമ്മളെയൊക്കെ ഈ ലോകത്ത് ആരെങ്കിലും ഓർത്തു വെക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ ചെയ്തു വെക്കുന്ന നന്മകളാണ് നമ്മളെ ഈ സമൂഹം നാളെ സ്മരിക്കാനുള്ള ഏക കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ്നെസ് പുറത്തെടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ വേറൊരാൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും ശക്തമായ രീതിയിലുള്ള നന്മ കൂടിയിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളപ്പോഴും ഞാനൊരു മോശക്കാരനാണ്, ഞാൻ ആ തിന്മ ചെയ്യുന്നുണ്ട്, ഞാൻ ഈ തിന്മ ചെയ്യുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട്, ഈ തെറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പുള്ളത്തറിയാണെന്ന് പറഞ്ഞ് നടക്കുക. പക്ഷെ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ്നെസ്, അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവായിട്ടുള്ള തോട്ടുകൾ, അതായത് നിങ്ങളുടെ ഉള്ളിൽ കൂടിയിരിക്കുന്ന ആ ഒരു നന്മ എത്രത്തോളം വലിയ പർവ്വതത്തോളം എന്നേക്കാൾ ഉപരി ഉണ്ടായിരിക്കുക നന്മ. ആ ഒരു നന്മയെ പുറത്തെടുത്ത് സമൂഹത്തോടൊരു കമ്മിറ്റ്മെൻറ്റ് കാട്ടി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്ത്, ആ മൈൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ഗോള് മുന്നോട്ട് വെച്ച് അതിനെ ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ് ചെയ്ത് ഈ സമൂഹത്തിലെ ബുദ്ധിമുട്ടുന്ന എല്ലാ വിഭാഗം ആളുകളെയും നല്ല രീതിയിൽ സഹായിച്ചും സാന്ത്വനപ്പെടുത്തിയും മുന്നോട്ട് പോവുകയും അതോടൊപ്പം ഈ സമൂഹത്തിൽ വളരെ പ്രശസ്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രശസ്തി ഉണ്ടാക്കാൻ കഴിയില്ല. അത് നമ്മളെ തേടി വരേണ്ട ഒന്നാണ്. അപ്പോൾ അപ്രകാരം നമ്മൾ ജീവിച്ച് മാന്യമായ രീതിയിൽ നമ്മൾ ഈ സമൂഹം വിട്ട് പോയാൽ 200 വർഷം 300 വർഷം ടെക്നോളജി എത്ര പുരോഗമിച്ചാലും അതുണ്ട് ഈ സമൂഹം നിങ്ങൾ ഓർത്തു വെക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരത്തിൽ ഓർക്കുന്ന ഒരുപാട് ആളുകൾ, മദർ തെരേസ ഉണ്ട്, എബ്രഹാം ലിങ്കൺ ഉണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട്, APJ അബ്ദുൽ കലാം, അവരൊക്കെ മരണപ്പെട്ടു പോയി. പക്ഷെ അവരൊക്കെ സമൂഹം ഓർക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവർ മോഡേൺ ആയതുകൊണ്ട് യൂറോപ്യൻ കൾച്ചറിനെ ഫോളോ ചെയ്ത് അവരുടേതായ ഒരു സാമ്രാജ്യം ഈ ലോകത്ത് കെട്ടിപ്പടുത്തത് കൊണ്ടാണ്. അപ്പം നിങ്ങളെ കൊണ്ട് ഈ ലോകത്തൊന്നും കൊള്ളില്ല, നിങ്ങളിങ്ങനെയൊക്കെ തരയാണ്, അലമ്പാണ് എന്നൊക്കെ പറഞ്ഞു അതൊന്ന് മാറി ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെടും. പക്ഷെ ആ ഒറ്റപ്പെടലിന് നിങ്ങളുടെ പ്രതീക്ഷ കൈവിടാതെ ആ ഒറ്റപ്പെട്ട വഴിയിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചു കൊണ്ട് ജീവിതത്തിൽ പക്വതയാർജിച്ച് കരുത്താർജിച്ച് ജീവിച്ച് കാണിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പേരിൽ നാളെ ചരിത്രം തിരുത്തി കുറിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇനിയുള്ള കുട്ടികളോടൊക്കെ എനിക്ക് പറയുന്നത്, നിങ്ങൾ ഇംഗ്ലീഷ് നന്നായി പഠിക്കണം. കാരണം ടെക്നോളജി വികസിക്കുന്നതിനോടൊപ്പം യൂറോപ്യൻ കൾച്ചറും ആളുകളുടെ ഇടയിൽ കടന്നുകൂടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പരമായിട്ടുള്ള ഭാഷകളിലൊക്കെ വലിയ പ്രാവീണ്യം അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ പുറകോട്ട് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. നാളത്തെ സമൂഹത്തിൽ വലിയ പരിഗണന നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. നിങ്ങൾ താഴെക്കിടയിലുള്ള ആളുകളിലേക്ക് പിന്തള്ളപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ SLC ആണെങ്കിലും +2 ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ടെക്നിക്കൽ കോഴ്സുകൾ എടുത്തുകൊണ്ട് പഠിക്കുകയാണെങ്കിലും നല്ല രീതിയിൽ നല്ല എഫിഷ്യൻ്റായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ നിങ്ങൾ ഈ സമൂഹത്തിന് അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. പക്ഷേ നിങ്ങളുടെ കേരളീയമായിട്ടുള്ള തനതായ സംസ്കാരത്തെ മുറുകെ പിടിച്ച് ആ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാക്കിയെടുക്കുക. ആ പോസിറ്റീവ്നെസ് ആയിട്ടുള്ള തോട്ടുകളിലൂടെ ലക്ഷ്യം ഉണ്ടാക്കുക, ആ ലക്ഷ്യത്തിന് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ആ സ്ട്രഗിളിങ് സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നുപോയി സക്സസ്സിലെത്തുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ.